പ്രിയ സുഹൃത്തുക്കളെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുള്ള പുസ്തക പരിചയ പ്രഭാഷണ പരമ്പരയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓണക്കാലത്തിന് ശേഷമുള്ള ആദ്യത്തെ അഥവാ ഓണാവധിക്ക് ശേഷമുള്ള ആദ്യത്തെ പുസ്തക പരിചയ പരിപാടിയാണ്. ഇന്ന് ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഡോക്ടർ പി സോമൻ രചിച്ച ഭാരതീയ സ്ത്രീപക്ഷ നവോത്ഥാനം എന്ന ഗ്രന്ഥമാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും ആ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് തന്നെ നവോത്ഥാന മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും സ്ത്രീകൾ വഹിച്ച നിസ്തുലമായ പങ്കിനെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പുസ്തകമാണ് ഡോക്ടർ പി സോമന്റേത്. ആ പുസ്തകം പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം സുപരിചിതയായ മലയാളം മിഷന്റെ ഡയറക്ടർ പ്രൊഫസർ സുജാ സൂസൻ ജോർജ് ആണ്. ദീർഘകാലം കോളേജ് അധ്യാപികയായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ മലയാളം മിഷന്റെ സാരഥിയായി സ്ഥാനമേറ്റതിന് ശേഷം മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് മലയാളം എത്തിക്കാനുള്ള വ്യഗ്രതയുടെ ഭാഗമായി 33 രാജ്യങ്ങളിലേക്ക് മലയാളം മിഷന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ 33 ചാപ്റ്ററുകൾ എന്ന് പറയാം. ഇന്ത്യക്ക് പുറമെ, ഇന്ത്യക്ക് അകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള 33 രാജ്യങ്ങളിലും നമുക്ക് നമ്മുടെ പ്രവർത്തനമുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് റേഡിയോ മലയാളം എന്ന് പറയുന്ന ഒരു പ്രക്ഷേപണ പരിപാടി തുടങ്ങി. അതിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഒരു ചെറിയ അവതരണം നടത്താനുള്ള അവസരം എനിക്കുണ്ടായി. അതേപോലെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ എല്ലാ സ്ഥാപനങ്ങളെ പറ്റിയും പ്രവാസി മലയാളികൾക്ക് മനസ്സിലാകാൻ തക്കവണ്ണം ഉള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളം മിഷൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതിനൊരു ഉപയോഗപ്രദമായ കാര്യമായിട്ട് കൂടിയാണ് കാണുന്നത്. മലയാളം മിഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഈ പബ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. പ്രസിദ്ധീകരണ വിഭാഗത്തെ ഈ വായനയ്ക്ക് അല്ലെങ്കിൽ തിര വായനയ്ക്ക് തയ്യാറെടുപ്പിക്കുകയാണ്. അങ്ങനെ ഈ വായനയിലേക്ക് പോകുമ്പോൾ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മലയാളം പുസ്തകം എത്തിക്കാൻ പറ്റും. അച്ചടിച്ച പുസ്തകങ്ങൾ എത്തിക്കാൻ പ്രയാസമുണ്ട്, പക്ഷേ നമുക്ക് ഓൺലൈൻ പുസ്തക വായനയ്ക്ക് സൗകര്യമുണ്ട്. ആ ഒരു സൗകര്യം ഒരുക്കുമ്പോൾ മലയാളം മിഷന്റെ പ്രവർത്തനം ഞങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളം മിഷന്റെ സഹായം ഞങ്ങൾക്ക് അങ്ങേയറ്റം ആവശ്യമാണ്. മലയാളികൾക്ക് ആവശ്യമായ വൈജ്ഞാനിക പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. സർവകലാശാലാ തലത്തിൽ പുസ്തകങ്ങൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുവായനക്കാർ, ആ കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണല്ലോ വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി കഴിയുന്നവർ, അവർക്ക് ഈ പുസ്തകം എത്തിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിന് മലയാളം മിഷന്റെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ സഹോദരങ്ങളാണ്, സഹോദര സ്ഥാപനങ്ങളാണ്, ഞങ്ങൾ സഹോദരങ്ങളുമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പ്രൊഫസർ സുജാ സൂസൻ ജോർജിനെ ക്ഷണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. കാരണം ഇതൊരു ശ്രദ്ധേയമായ പുസ്തകമാണ് ഇവിടെ ഇറക്കിയത്. ആ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് തിരഞ്ഞെടുത്തത്. നേരത്തെ സാഹിത്യ അക്കാദമിയുടെ ഡയറക്ടറായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ KP മോഹൻ പുസ്തകം അവതരിപ്പിച്ചു, ഡോക്ടർ രാജശേഖരൻ അവതരിപ്പിച്ചു, ഡോക്ടർ പി സോമൻ, ഇന്നത്തെ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരനായ ഡോക്ടർ പി സോമൻ തന്നെ അവതരിപ്പിച്ചു. ഇനി അടുത്ത് തന്നെ പ്രൊഫസറെ നമ്മുടെ പ്രിയപ്പെട്ട പഴയ മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി അവതരിപ്പിക്കും. അദ്ദേഹം കോവിഡ് ചികിത്സ കഴിഞ്ഞ് പുറത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടർ ബാലമോഹൻ തമ്പി സാറിന്റെ ഒരു ലേഖന സമാഹാരം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് അവതരിപ്പിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ പുസ്തക പരിചയപ്പെടുത്തുന്ന പ്രഭാഷണ പരമ്പരയോടൊപ്പം തന്നെ ഞങ്ങൾ ശ്രദ്ധേയങ്ങളായ മറ്റു ചില വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇതിപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഞങ്ങൾ ഈ പുസ്തക പ്രഭാഷണ പരിചയം തുടങ്ങിയത്. മറ്റേത് രാത്രി 7 മണിക്കാണ്. ഇതിനോടകം തന്നെ 2 പ്രഭാഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു. അയ്യങ്കാളിയെ കുറിച്ച് ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ ജന്മദിനത്തിനും കഴിഞ്ഞ 2-ാം തീയതി ചതയ ദിനത്തിൽ ശ്രീനാരായണന്റെ ജന്മദിനത്തിനും അവതരിപ്പിച്ചു. ഇനി 7-ാം തീയതി ചട്ടമ്പി സ്വാമികൾ, 5-ാം തീയതി അധ്യാപക ദിനത്തിൽ ഞങ്ങളൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. 7-ാം തീയതി ചട്ടമ്പി സ്വാമിയുടെ ദിനമാണ്, അന്നും ഞങ്ങൾ മറ്റൊരു പ്രഭാഷണം അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊണ്ടിട്ട് ഇപ്പോൾ 52 വർഷമാകുന്നു. സെപ്റ്റംബർ 16 ജനന തീയതി. അപ്പൊ സെപ്റ്റംബർ 16 തീയതി ഞങ്ങൾ പുതിയൊരു പരിപാടി ആവിഷ്കരിക്കുന്നു. ഒന്ന്, ഞങ്ങൾ കണ്ണൂരിലുള്ള ഞങ്ങളുടെ പുസ്തകശാല റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ നവീകരിച്ച പുതിയ സൗകര്യമുണ്ട്. തൊട്ട് താഴെ NVSന്റെ ഷോറൂമുണ്ട്, തൊട്ട് മുകളിൽ ഞങ്ങളുമുണ്ട്. അതിന്റെ നവീകരണത്തിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം തുടങ്ങുന്നതോടൊപ്പം തന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ 52 കൊല്ലമായി എന്ത് ചെയ്തു എന്നുള്ളൊരു തിരിഞ്ഞു നോട്ടം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും വൈജ്ഞാനിക സാഹിത്യവും എന്ന ശീർഷകത്തിൽ ഒരു പ്രഭാഷണ പരമ്പര ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വന്ന് നമ്മുടെ സാംസ്കാരിക ഉപമന്ത്രി ശ്രീ AK ബാലൻ നിർവഹിക്കും. അതിന് കഴിഞ്ഞാൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും വൈജ്ഞാനിക സാഹിത്യം എന്ന പൊതു ശീർഷകത്തിന് താഴെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ശാസ്ത്ര വിഷയങ്ങൾ, ശാസ്ത്ര സാഹിത്യവും, സാമൂഹ്യശാസ്ത്രം, ഭാഷാശാസ്ത്രം, ഭാഷയും സാഹിത്യവും, കവിത, അങ്ങനെയുള്ള ഓരോ മേഖലയെ സംബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾ പ്രഗത്ഭരായ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള
ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തികൾ കൊണ്ട് നടത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കോവിഡ് നമ്മളെ ബാധിച്ചു, നമ്മളെല്ലാം അടഞ്ഞ് വീട്ടിനകത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിലും തുറന്നു വരുന്ന വിജ്ഞാന ലോകത്തിന്റെ വിഹായസിലേക്ക് പ്രവേശിക്കാൻ നമുക്കത് മറൊരു അവസരം നൽകി. അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ പ്രോഗ്രാം ആലോചിക്കുകയേ ഇല്ലായിരുന്നു. അപ്പൊ ഈ ഓൺലൈൻ പ്രോഗ്രാം ഒരു തരത്തിൽ പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ വിഹായസുകളിലേക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറന്നു പൊങ്ങാൻ നമുക്ക് അവസരമുണ്ടാക്കുന്നു. അത് ആ സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് പ്രൊഫസർ സുജാത സൂസൻ ജോർജിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ശ്രോതാക്കൾക്കും സുജാത സൂസൻ ജോർജിനും സ്വാഗതം. സുജാത സൂസൻ ജോർജിന്റെ പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചർച്ച ചെയ്യുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഭാരതീയ സ്ത്രീപക്ഷ നവോത്ഥാനം, ഡോക്ടർ പി സോമന്റെ പുസ്തകമാണ്. ഈ പുസ്തകം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തിപരമായും സാമൂഹികമായും വലിയ സന്തോഷമുണ്ട്. കാരണം സ്ത്രീപക്ഷ ചരിത്ര രചന എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. പൊയ്കയിൽ യോഹന്നാൻ മലയാളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിന്റെ 2 വരികൾ ഞാൻ ഓർക്കുകയാണ്. കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അദ്ദേഹത്തിന്റെ വംശത്തെ കുറിച്ച് പാടിയ 2 വരികളാണ്. എന്റെ വംശത്തെ കുറിച്ചുള്ള ചരിത്ര രേഖകളൊന്നും കാണുന്നില്ല, പക്ഷെ അവിടെ ഞാൻ കാണുന്നുണ്ട് മറ്റനേക വംശത്തിന്റെ ചരിത്ര ഗാഥകൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എന്റെ ചെറുപ്പത്തിൽ, എന്റെ ബാല്യത്തിൽ ഞാൻ ചരിത്രം പഠിച്ചു തുടങ്ങുമ്പോൾ എന്നെ നിരാശാഭരിതയാക്കിയത് ഞാൻ പഠിക്കുന്ന പുസ്തകങ്ങളിലൊന്നും സ്ത്രീ ചരിത്രമില്ല എന്നുള്ളതാണ്. വർഷങ്ങൾ കഴിഞ്ഞ എന്റെ മകളോ അതിനടുത്ത തലമുറയോ വീണ്ടും പുസ്തകം എടുക്കുമ്പോൾ ഇതേ നിരാശ വീണ്ടും അനുഭവപ്പെടുന്നു. ചരിത്രം ശക്തിയാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു ലേബൽ തന്നെ ഇങ്ങനെയാണ്, അവർ ഹിസ്റ്ററി ഈസ് അവർ സ്ട്രെങ്ത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം എല്ലാ കാലത്തും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അധികാരത്തിൽ ഇരിക്കുന്നവർ അവർക്ക് അനുകൂലമായ ചരിത്ര രചന പ്രത്യേകിച്ചും പാർശ്വവൽകൃത ജനതയെ സംബന്ധിച്ചുള്ള ചരിത്ര രചന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൊയ്കയിൽ യോഹന്നാന്റെ 2 വരികൾ ഞാൻ ഇവിടെ ഉദ്ധരിച്ചിരുന്നു. കാണുന്നില്ല ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പൊയ്കയിൽ അപ്പച്ചനല്ലേ പൊയ്കയിൽ യോഹന്നാൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പാർശ്വവൽകൃത ജനത സ്ത്രീകളാണ്. ഞാൻ ഓർക്കായിരുന്നു, എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കുണ്ടായ ഒരു ക്ലാസ് മുറിയിൽ ചരിത്രം പഠിക്കുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടായ ഒരു അപമാനമുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത എന്റെ സ്ത്രീകളില്ല, ശാസ്ത്രത്തിലില്ല, മറ്റ് ചരിത്രത്തിലില്ല, യുദ്ധങ്ങളിലില്ല, സാമ്രാജ്യങ്ങൾ സൃഷ്ടിച്ചതിലില്ല. അതൊക്കെയാണല്ലോ സാധാരണ രീതിയിൽ ചരിത്രം. ഇന്ന് എന്റെ മകളോ അതിന്റെ അടുത്ത തലമുറയോ വീണ്ടും ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അതേ അവസ്ഥ തന്നെ. ചരിത്രമില്ലാത്ത ഒരു ജനതയായി സ്ത്രീവംശം ഇന്ന് നിലനിൽക്കുന്നു. 1970-കളിലാണ് യഥാർത്ഥത്തിൽ ബോധപൂർവമായി സ്ത്രീപക്ഷ ചരിത്ര രചന നിർവഹിക്കേണ്ടതാണ് എന്ന് അക്കാദമിക സമൂഹം തിരിച്ചറിയുന്നത്. സ്ത്രീകൾ വളരെയധികം ആ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുകയും അനേകം സ്ത്രീപക്ഷ രചനകൾ ഉണ്ടാവുകയും ചെയ്തു. തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയാണ് എന്ന്. എന്താണ് സ്ത്രീകൾ ചരിത്രത്തിൽ കാണാതെ പോയത്? 2 പ്രധാന പ്രശ്നമാണ്. വളരെ ബ്രോഡായിട്ട് ചിന്തിച്ചാൽ, വിശകലനം ചെയ്ത 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്,
പൊതുരംഗത്തുണ്ടായിരുന്ന, അതായത് സാഹിത്യ, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ, അവരുടെ സാന്നിധ്യം, അവരുടെ പങ്കാളിത്തം അടയാളപ്പെടാതെ പോവുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഗർത്തവൽക്കരിക്കുക. സ്ത്രീ സാന്നിധ്യത്തെ, സ്ത്രീ പങ്കാളിത്തത്തെ ബോധപൂർവമായി ഗർത്തവൽക്കരിക്കുക. 2, സ്ത്രീകൾ ഇക്കണ്ട കാലം അത്രയും ഏർപ്പെട്ടുകൊണ്ടിരുന്ന ജീവിത വൃത്തികൾ ചരിത്ര രചനയ്ക്ക് ഉപാദാനങ്ങളല്ലാതെയാവുക. ഈ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്നും സ്ത്രീപക്ഷ ചരിത്ര രചനയെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. നോക്കൂ, ഇവിടെ ഡോക്ടർ പി സോമന്റെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയൊന്നുമല്ല, 10ഓ 15ാമത്തെ കൃതിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ രചനകളിലെല്ലാം ഉള്ള ഒരു സവിശേഷതയുണ്ട്. അദ്ദേഹം സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലായിടത്തും ഒരു സ്ത്രീപക്ഷ നോട്ടം നോക്കാൻ തയ്യാറാവുന്നുണ്ട്. ഒരു പുരുഷൻ സ്ത്രീപക്ഷ നോട്ടം നോക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു നേരെ നോട്ടം പോരാ, മറിച്ച് ചിലപ്പോൾ ചരിഞ്ഞു നോക്കേണ്ടി വരും. ചരിഞ്ഞ ഒരു നോട്ടം പോരാ, ചിലപ്പോൾ ചരിഞ്ഞ നോട്ടങ്ങൾ തന്നെ വേണ്ടി വരും. അല്ല, ചരിത്രത്തിൽ ഒരുപക്ഷെ പൊട്ടും പൊടിയുമായിട്ടോ വരയും കുറിയുമായിട്ടോ കിടക്കുന്ന സ്ത്രീകളുടെ അടയാളപ്പെടലുകളെ ശേഖരിക്കുകയും അതിനെ ചരിത്ര താളുകളിലേക്ക്, ചരിത്ര രചനയുടെ മെത്തഡോളജിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്ന ദുഷ്കരമായ ഒരു പ്രവർത്തനമാണ്. അതാണ് ഈ പുസ്തകത്തിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കേരളത്തിൽ പോലും, കേരളം നവോത്ഥാന കാര്യത്തിൽ വളരെ മുൻപന്തിയിലാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് ഉണ്ട്. അതിൽ പരിശോധിച്ചു നോക്കിയാൽ എത്ര സ്ത്രീകൾ പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീമിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇല്ലാതെ ഇരുന്നിട്ടാണോ? ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇപ്പോ കേരളത്തിലെ ഏറ്റവും സമൂഹത്തെ, പ്രത്യേക ഒരു സമുദായത്തെ മുഴുവൻ പരിഷ്കരിച്ച നാടകങ്ങൾ, നമ്പൂതിരി നാടകങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ നാടകങ്ങൾ, അതിലെ ഏറ്റവും അവസാനത്തെ നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഒരു കൂട്ടം സ്ത്രീകൾ സാമുദായികവും രാഷ്ട്രീയവുമായി നടത്തിയ വലിയൊരു മുന്നോട്ട് പോക്കായിരുന്നു ആ നാടക രചന. നാടകം രചിക്കുക മാത്രമല്ല, അവർ ആ നാടകം ആ പ്രദേശത്താകെ നടന്ന് കളിക്കുകയും തൊഴിൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും തൊഴിൽ കേന്ദ്രത്തിൽ താമസിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം കേരളത്തിനുണ്ടായിരുന്നു. പക്ഷെ ഒരു അരനൂറ്റാണ്ടിലേറെ പിന്നീട് ഈ നാടകം കേരളത്തിന്റെ സാഹിത്യ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അതുപോലെ തന്നെയാണ് KS സരസ്വതി അമ്മയുടെ കഥകളും. എത്രയോ കാലം കഴിഞ്ഞ്, അവരുടെ മരണശേഷം അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് പെൺബുദ്ധി പോലെയുള്ള കഥകൾ സമാഹരിക്കപ്പെടുന്നത്. അതുപോലെ കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന സ്ത്രീകളുണ്ട്. ദേശീയ സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളുണ്ട്. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച സ്ത്രീകളുണ്ട്. ഇവരുടെ ചരിത്രമൊക്കെ അഗണ്യ കോടിയിൽ തള്ളപ്പെട്ടിരിക്കുന്നത് നമുക്കും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മളും തിരിച്ചറിയേണ്ടതാണ്. ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിലും ദേശീയതയിലുമുള്ള പ്രധാനപ്പെട്ട സ്ത്രീ മുന്നേറ്റങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. അപ്പോഴും വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഹെറോഡോട്ടസ് മുതലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ചരിത്രം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആണ്, കേവലമായ സത്യങ്ങൾ. ഈ സ്ത്രീപക്ഷ രചനകൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതു ജനതയുടെയും ചരിത്ര രചന നടത്തുമ്പോൾ ഈ കേവല സത്യങ്ങളെ കണ്ടെത്തുക, അതും അതിനും യഥാർത്ഥത്തിൽ ഇനിയും ഉരുത്തിരിയേണ്ടതാണ്. അപ്പൊ ഇവിടെ സോമൻ സാർ പറയുന്നുണ്ട്, ഒരധ്യായത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകളുടെ ചരിത്രം പരിശോധിക്കണമെങ്കിൽ, സ്ത്രീകളുടെ ചരിത്രം ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ ഫോക്ലോറുകൾ, വാമൊഴി സാഹിത്യത്തെ, കാരണം നവോത്ഥാന കാലം വരെ സ്ത്രീകൾക്ക് സാമാന്യേന അക്ഷരാഭ്യാസം പോലും ഇല്ലായിരുന്നു. ബുദ്ധിയുള്ള, വിവേകമുള്ള,
ജ്ഞാനികളായ സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വൈജ്ഞാനികത, അവരുടെയൊക്കെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത രേഖപ്പെടുത്തി വെച്ചിരുന്ന വാമൊഴി സാഹിത്യമുണ്ട്. സ്ത്രീപക്ഷ രചനകൾ നടത്തുമ്പോൾ അത് കണ്ടെടുത്ത് അത് ഓറൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന ആധുനിക ചരിത്ര നിർമ്മിതിയുടെ കാലഘട്ടത്തിൽ കണക്കിലെടുക്കുന്നതുണ്ട്. അത്തരം ഉപാദാനങ്ങളിൽ നിന്ന് ചരിത്രത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ശ്രമങ്ങൾ നടത്തണം. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, കേരളത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, കേരളത്തിന് പുറത്തുള്ള നവോത്ഥാന സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, നവോത്ഥാന മുന്നേറ്റം നടത്തിയ, അതിന് നേതൃത്വം നൽകിയ സ്ത്രീകളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ 10 അധ്യായങ്ങളിലായിട്ടാണ്. അപ്പൊ ഈ പുസ്തകം അടുക്കിയിരിക്കുന്ന രീതി, പുസ്തകത്തിലെ അധ്യായങ്ങൾ അടുക്കിയിരിക്കുന്ന രീതിയും വളരെ ഗൗരവത്തോടു കൂടിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ചിതറിക്കിടക്കുന്ന സ്ത്രീ സാന്നിധ്യങ്ങളെ, സ്ത്രീ സംഭാവനകളെ ആദി മധ്യാന്ത രൂപത്തിൽ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കർത്തവ്യമാണ്, വലിയൊരു ജോലി തന്നെയാണ് എന്ന് പറയാൻ കഴിയും. അതിനെ വളരെ ശ്രദ്ധാപൂർവം അത്തരത്തിൽ അടുക്കിയെടുത്തിട്ടുണ്ട്. 10 അധ്യായങ്ങളിലായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. എന്റെ അവസാനം ഒരു അനുബന്ധമായിട്ട് പെൺ രാമായണങ്ങൾ എന്നൊരു അധ്യായം കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ അധ്യായത്തില് ഞാൻ അധ്യായങ്ങളിലൂടെ വെറുതെ ഒന്ന് ഓടിച്ചു പോകാനുള്ള സമയമേ ഉള്ളൂ. പുസ്തകം വായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. എന്നെ കേൾക്കുന്ന എല്ലാവരും അടിയന്തരമായി ചെയ്യേണ്ടത് പുസ്തകം വായിക്കുകയും ആ വായനയെ പൂർത്തീകരിക്കത്തക്കവണ്ണം. ഞാൻ ഈ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ കേരളത്തിൽ ഇത്തരം ഒരു ചരിത്ര രചനയുടെ, ഗൗരവമായ ഒരു ചരിത്ര രചനയുടെ അനിവാര്യതയെ കുറിച്ചും ഓർക്കുന്നുണ്ടായി. 1-ാം അധ്യായത്തില് ഭാരതീയ സ്ത്രീപക്ഷ നവോത്ഥാനത്തെ ഒന്ന് പൊതുവായി വിലയിരുത്തുകയാണ്. അപ്പൊ അതിന് ആദ്യം തന്നെ പറയുന്നത്, ഇപ്പോഴും സ്ത്രീകളിൽ നിന്ന് ഒരു ഭാഗം ആളുകളും വിശ്വസിക്കുന്നുണ്ട്, പൊതുവെ പുരുഷ ലോകം വിശ്വസിക്കുന്നത് പുരുഷന്മാർ കനിഞ്ഞു നൽകുന്ന ഒന്നാണ് സ്ത്രീയുടെ വിമോചനം എന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും സാധാരണ നമ്മുടെ വർത്തമാനങ്ങളിൽ പോലും ഞാൻ അടുക്കളയിൽ കയറി ഇത്ര ജോലി ചെയ്തു കൊടുത്തു എന്ന് പറയുന്നത്, ഞാൻ അവളെ അവൾ ജോലി ചെയ്യുന്നിടത്ത് കൊണ്ടുവിടാറുണ്ട് എന്നൊക്കെ പറയുന്ന അത്തരം സാധാരണ വർത്തമാനങ്ങൾ പോലും അതിൽ നിന്നാണ് വരുന്നത്. വർത്തമാന കാലത്ത് പോലും സ്ത്രീക്ക് പുരുഷൻ കനിഞ്ഞു നൽകേണ്ട ഒന്നാണ് സ്ത്രീ വിമോചനം എന്ന് കരുതുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, എനിക്ക് ആ പോയിന്റാണ് ഇഷ്ടപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇന്നും പുരുഷ ലോകം അല്ലെങ്കിൽ സ്ത്രീകളിൽ ഒരു വലിയ വിഭാഗം അങ്ങനെ കരുതുന്നത്? അങ്ങനെ കരുതുന്നതിന് കാരണം ഈ കണ്ട കാലം അത്രേ. ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ നവോത്ഥാന കാലഘട്ടത്തിലും ദേശീയതയുടെ കാലഘട്ടങ്ങളിലും മറ്റ് അനേകം സമരങ്ങളിലും സ്ത്രീകൾ നിർവഹിച്ച പങ്ക് ഇന്ത്യൻ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ സ്ത്രീയായ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ വിചാരിക്കുന്നത് സ്ത്രീകൾ കനിഞ്ഞു നൽകുന്ന ഒന്നാണ് സ്ത്രീ വിമോചനം എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ആധുനിക നവോത്ഥാന സ്ത്രീയെ ആ ഉൾബോധത്തോടു കൂടി കടഞ്ഞെടുക്കണമെങ്കിൽ അനിവാര്യമായി വേണ്ട ഒന്ന് അവളുടെ ചരിത്ര നിർമ്മിതിയാണ്. അവളുടെ മുൻ തലമുറകൾ എങ്ങനെയൊക്കെയാണ് ഈ സമൂഹത്തെ, ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുത്തത് എന്നുള്ളത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചരിത്രത്തിൽ, പൊതുധാര ചരിത്രത്തിൽ തന്നെ ആവിഷ്കരിക്കലാണ്. അതിനുള്ള ഒരു ആദ്യ ശ്രമം എന്നുള്ള നിലയിലാണ് ഈ രചനയെ ഞാൻ കാണുന്നത്. ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് ഈ അധ്യായത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. 2-3 പ്രത്യേക വാക്കുകൾ, കോയിൻ ചെയ്ത വാക്കുകൾ അല്ലെങ്കിൽ ഒരു സാങ്കേതിക പദങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആത്മീയ മതേതരത്വം. ഇന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൽ ഈ ആത്മീയ മതേതരത്വം എന്ന ഇഴയിലാണ് സ്ത്രീകൾ, ഭക്തകവികളായി ധാരാളം ഔവ്യാറിനെ പോലെയുള്ള ധാരാളം സ്ത്രീകൾ വന്നത് ഈ ഇഴയിലാണ്. വിവിധ ജാതി മതസ്ഥരിൽ നിന്ന് ഭക്തി പ്രസ്ഥാനത്തിലേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ട്. 2-ാമത്തെ വാക്ക്, ആത്മീയമായ ലൈംഗിക വിപ്ലവം. ലൈംഗികതയെ ലൈംഗികത കൊണ്ട് തന്നെ മറികടക്കുക എന്ന പദപ്രയോഗം ഇവിടെ നടത്തുന്നുണ്ട്. അക്ക മഹാദേവിയെ പോലെയുള്ളവരുടെ രചനകളും അവരുടെ ജീവിതവും പരിശോധിക്കപ്പെടുന്നുണ്ട്. ലൈംഗിക
അടിമത്വത്തിൽ നിന്ന് സ്ത്രീ വിമോചിപ്പിക്കപ്പെടുന്നത് ലൈംഗികത എന്നുള്ള ആത്മീയത കൊണ്ടാണ്. ലൈംഗിക ആത്മീയത. സ്പിരിച്വൽ ഹ്യൂമനിസം ഭക്തിപ്രസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണത്. അവിടെ ജാതി ഭേദമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒരു ഹ്യൂമനിസം, മാനവികത ഉയർന്നു വരുന്നതായി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ആത്മീയ രാഷ്ട്രീയമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല. അധ്യായം 2 മധ്യവർഗ സ്ത്രീയുടെ ശാക്തീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പുതിയ വർഗമാണ് മധ്യവർഗം. പ്രത്യേകിച്ച് 13-14 നൂറ്റാണ്ടുകളിൽ കൈത്തൊഴിൽ മേഖലകളൊക്കെ ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എർബനൈസേഷൻ, നഗരവൽക്കരണം ഉണ്ടാവുകയും ഒരു മധ്യവർഗ സമൂഹം ഉണ്ടാവുകയും ചെയ്യുന്നു. മധ്യവർഗ സമൂഹം പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ അക്കാലത്ത് ലഭ്യമായിട്ടുള്ള തരത്തിലുള്ള ലിബറലിസം എന്താണ് എന്ന് മനസ്സിലാക്കുകയും നല്ല ഭാര്യമാരെ സൃഷ്ടിക്കുന്നതിന് സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പെൺപള്ളിക്കൂടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ആ മധ്യവർഗത്തിൽ ഉണ്ടാകുന്ന ഒരു നവോത്ഥാനം തന്നെയാണ്. അധ്യായം 3 പൊതുവിടങ്ങൾ, സ്ത്രീ ശാക്തീകരണത്തിന്റെ പൊതു ഇടങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് 1873 ജ്യോതിറാവ് ഫുലെയുടെയും സാവിത്രിഭായ് ഫുലെയുടെയും നേതൃത്വത്തിൽ സത്യശോധക് മണ്ഡൽ മഹാരാഷ്ട്രയിൽ വളരെ വിപുലമായി പ്രചരിക്കുകയും ധാരാളം പെൺകുട്ടികൾ, പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥയിൽ താഴെയുള്ള പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു. 1873 സാവിത്രിഭായ് ഫുലെയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന അത്തരം മുന്നേറ്റങ്ങൾ. 1875 ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സംഘടന സ്ഥാപിതമാണ്. കൊൽക്കത്തയിലാണ് സ്ഥാപിതമാവുന്നത്. YWCA സ്ഥാപിതമാവുന്നത് ഒരു ക്രിസ്ത്യൻ മൂവ്മെന്റ് ആണ്. ഇത് ക്രിസ്ത്യാനികളായ സ്ത്രീകൾക്ക് മാത്രമേ അതിനകത്ത് അംഗത്വം ഉണ്ടായിരുന്നുള്ളൂ. 1927 AIWC ഓൾ ഇന്ത്യ വിമൻ കോൺഫറൻസ് പൂനെയിൽ സ്ഥാപിതമാവുന്നു. വിപുലമായി ഇന്ത്യയിലെ സ്ത്രീകളെ, ഭാരതത്തിലെ സ്ത്രീകളെ ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, കോൺഗ്രസ്സുകാരായിട്ടുള്ള സോഷ്യലിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളെല്ലാം കൂടി ഉള്ള വലിയൊരു കൂട്ടായ്മയായിരുന്നു AIWCA. വലിയ സ്ത്രീപക്ഷ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയും കൂടിയായിരുന്നു. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിലും, പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സിലേക്ക് ഉയർത്തുന്ന ഇതിലൊക്കെ നിയമനിർമ്മാണം നടത്തുന്നതിനു വേണ്ടിയുള്ള വലിയ സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അധ്യായം 4 വിദ്യാഭ്യാസ വിപ്ലവം, സ്ത്രീ ശാക്തീകരണവും എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇസ്ലാം മതം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകൾ, വിദുഷികളായിട്ടുള്ള, കവയത്രികളായിട്ടുള്ള, കലാകാരികളായിട്ടുള്ള ധാരാളം സ്ത്രീകൾ ഇസ്ലാം സമുദായത്തിലുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കലാപത്തിന് ശേഷം ഇസ്ലാം സമുദായത്തിൽ ചില തിരിവുകൾ ഉണ്ടാവുകയും മതബോധനം ആണ് വിദ്യാഭ്യാസം എന്ന ഒരു പക്ഷവും, അതല്ല ഇംഗ്ലീഷ് രീതിയിലുള്ള വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറക്കും എന്നുള്ള നിലയിലുള്ള 2 തരം ചേരികൾ ഉണ്ടാവുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 1880കളും 1920കളും ആ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം സ്ത്രീപക്ഷ രചനകൾ ഉണ്ടാവുന്നു, പുസ്തകങ്ങൾ ഉണ്ടാവുന്നു, മാസികകൾ ഉണ്ടാവുന്നു, പൊതു പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിതമാകുന്നു. അപ്പൊ ഇവിടെ നടത്തുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥകാരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സവിശേഷത അറിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പുരുഷ വിദ്യാഭ്യാസം നിലവിലിരുന്ന ഉൽപാദന വ്യവസ്ഥയും ഭരണകൂടത്തെയും സേവിച്ച് നിർത്താനായിരുന്നെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം നിലവിലിരുന്ന കുടുംബ സാമൂഹിക വ്യവസ്ഥയിൽ വിള്ളൽ വീഴ്ത്തുന്നതായിരുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതായത് മധ്യവർഗത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
മധ്യവർഗം ജന്മിത്ത ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്. ആ വിദ്യാഭ്യാസം പൊതുവെ ഉണ്ടാക്കിയത് നിലവിലുള്ള ഉൽപാദന വ്യവസ്ഥയും നിലവിലുള്ള ഭരണകൂടത്തെയും സേവിക്കുന്നതിനായിട്ടാണ്. നമുക്കറിയാം മെക്കാളയുടെ വിദ്യാഭ്യാസ പരിഷ്കരണവും ഒക്കെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്ന സ്ത്രീകൾക്ക് മറ്റൊരു ലോകമാണ് ഈ വിദ്യാഭ്യാസം നൽകിയത്. കുടുംബ സാമൂഹ്യ വ്യവസ്ഥകളിൽ നിലവിലിരുന്ന അവരുടെ തടവറകളായിരുന്ന കുടുംബവും മതം സമൂഹം എന്നീ തടവറകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് മുന്നേറാൻ ഈ വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിച്ചു എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. 5-ാമത്തെ അധ്യായം മാധ്യമരംഗവും സ്ത്രീ ശാക്തീകരണവുമാണ്. അപ്പൊ ഇവിടെ ആ അധ്യായം തുടങ്ങുന്ന വാചകം ഞാനൊന്ന് വായിക്കാം. ഇന്ത്യയിലെ സ്ത്രീ പ്രവർത്തകർ വന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്നല്ല, മറിച്ച് നാടുവാഴിത്ത ഫ്യൂഡൽ കുടുംബങ്ങളിൽ ഉണ്ടായ പ്രബുദ്ധതയിൽ നിന്നാണ് എന്നൊരു പ്രസ്താവനയെ കൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. നമുക്കറിയാം, നമ്മള് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാം അറിയാം, യൂറോപ്പിൽ ഉണ്ടായ മുതലാളിത്തവൽക്കരണം ഉണ്ടാക്കിയിട്ടുള്ള വലിയ തുറവികൾ, അവിടെ നിന്ന് വന്ന സ്ത്രീ വിമോചന പ്രവർത്തകരെ പോലെ അല്ല ഇന്ത്യയിൽ സ്ത്രീ വിമോചന പ്രവർത്തകരുണ്ടായത്. ഇവിടെ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നാണ് ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച സ്ത്രീകൾ സ്ത്രീ വിമോചകരായി മാറുന്നത്. അത് വിശദീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആ അധ്യായത്തിൽ. അധ്യായം 6-ന്റെ തലക്കെട്ട് തന്നെ വളരെ രസകരമായ ഒരു തലക്കെട്ടാണ്. പർദ്ദയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നാണ് തലക്കെട്ട്. ഇതൊരു പുസ്തകത്തിന്റെ പേരാണ്, ഒരു ആത്മകഥയുടെ പേരാണ്. ഷൈസ്ത ഇക്രുമുള്ള എന്ന കൽക്കട്ടക്കാരിയുടെ ആത്മകഥയുടെ പേരാണ് പർദ്ദയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്നുള്ളത്. ആ അധ്യായത്തിൽ പർദ്ദ സമ്പ്രദായത്തെക്കുറിച്ച്, ഇസ്ലാം സമുദായത്തിലുള്ള പർദ്ദ സമ്പ്രദായത്തെക്കുറിച്ചും ഹൈന്ദവ സമൂഹത്തിലുള്ള പർദ്ദ സമ്പ്രദായത്തെക്കുറിച്ചും ഒക്കെ വിശദമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഉറുദു കവിത ഞാനിവിടെ ആ അധ്യായത്തിൽ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ അണിഞ്ഞിരിക്കുന്ന മൂടുപടത്തെ വിപ്ലവത്തിൻ പതാകയാക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായും അതായിരിക്കും നിന്റെ സൗന്ദര്യം, അതായിരിക്കും നല്ലത്. ഒരു ഉറുദു കവി അദ്ദേഹത്തിന്റെ സഹോദരിയോട് പറയുന്നതായിട്ടാണ് ആ കവിത. അധ്യായം 7 ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ശാക്തീകരണത്തെ കുറിച്ചാണ്. ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ശാക്തീകരണത്തെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു തായ്മൊഴി പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ശാക്തീകരണമായിട്ടാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അക്ക മഹാദേവിയുടെ ചില കവിതകളൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിലാണ് വരികൾ കോട്ട് ചെയ്യുന്നത്. മൈ ലൈഫ് മൈ ബോഡി ഐ വിൽ ഓഫർ യു ആൻഡ് ബി ക്ലെൻസ്ഡ്. അവിടെ വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലൈംഗികത കൊണ്ട് ശുദ്ധീകരിക്കുക, മറികടക്കുക എന്ന നിലയിലുള്ള അക്കമ്മ മഹാദേവിയെ പോലെയുള്ള ധാരാളം സ്ത്രീകൾ ഭക്തി പ്രസ്ഥാനത്തിന്റെ മറ്റൊരു ധാരയായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകൾ എഴുത്തുകാരായി മാറുന്നതിനെ കുറിച്ച് ഉള്ള വരി വളരെ കൗതുകമുള്ളതാണ്. ഇങ്ങനെയാണ് പറയുന്നത്: അടുക്കള ചുവരുകളിലൂടെ പത്രത്താളുകളിലേക്കും പുസ്തകത്താളുകളിലേക്കും ഹിന്ദു മധ്യവർഗ സ്ത്രീകൾ എഴുത്തുകാരായി മാറി എന്ന ഒരു നിരീക്ഷണമുണ്ട്. ഞാൻ പെട്ടെന്ന് ലളിതാംബി അന്തർജനത്തിനെ കുറിച്ചൊക്കെ ഓർത്തുപോയി. ലളിതാംബി അന്തർജനം പാചകം ചെയ്യുമ്പോൾ പിന്നെ പലവ്യഞ്ജന പാട്ടയുടെ ഇടയിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ നോട്ട്ബുക്കും പെൻസിലും ഞാൻ ഓർത്തു. ഒരു കൈ കൊണ്ട് തൊട്ടിലാട്ടുമ്പോൾ മറു കൈ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന ലളിതാംബി അന്തർജനത്തെ കുറിച്ചും ഇവിടെ ഓർക്കാതെ പോകാൻ സാധ്യമല്ല. ഈ ഒരു അധ്യായത്തിൽ തന്നെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ സ്ത്രീകളെ കുറിച്ചും പറയുന്നുണ്ട്. സരോജിനി നായിഡുവിനെ അവരുടെ കുടുംബത്തെ കുറിച്ചും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ആദ്യമായി അംഗമായി ചേരുന്ന സ്ത്രീയാണ് സരോജിനി നായിഡു. അധ്യായം 8 സ്ത്രീപക്ഷ ദേശീയതയുടെ ഉയർച്ചയും പതനവും വിശദീകരിക്കുന്നുണ്ട്. സ്ത്രീയുടെ അഭയാർത്ഥി ജീവിതത്തെ കുറിച്ച് ഞാൻ തന്നെയാണോ ആ ഭാഗം എഴുതിയെന്ന് ഞാൻ ഓർത്തു. കാരണം എന്നോട് ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ അഭയാർത്ഥി ചരിത്രത്തെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ പറഞ്ഞപ്പോ എനിക്കത്
ഇതുവരെ നടത്താൻ കഴിഞ്ഞില്ല. കാരണം ഞാനത് ആലോചിക്കുമ്പോഴെല്ലാം സ്ത്രീ വ്യക്തിപരമായ ഒരു അഭയാർത്ഥിയാണ് എല്ലാ കാലത്തും എന്നൊരു സത്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നെ നോവിച്ചുകൊണ്ട് നീറിപ്പിടിപ്പിച്ചുകൊണ്ട് വരുന്നോണ്ട് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ഒരു അഭയാർത്ഥി ചരിത്രത്തെ കുറിച്ച് പറയാൻ എനിക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സ്ത്രീയുടെ ഒരു അഭയാർത്ഥി ജീവിതം, ജനിക്കുമ്പോൾ മുതൽ അവൾ പല പല ഘട്ടങ്ങളിലായി നടത്തുന്ന അഭയാർത്ഥി ജീവിതത്തിൽ അതിനകത്ത് ദേശീയതയെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരു പുരുഷൻ കാണുന്ന ദേശീയത അല്ല സ്ത്രീയുടെ ദേശീയത. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. എനിക്ക് സോമൻ സാറിനോട് ഈ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് യഥാർത്ഥ വലിയ ബഹുമാനം വർദ്ധിച്ചു. കാരണം ഒരു പുരുഷൻ സാധാരണ പുരുഷന്റെ ഒരു കൺസ്ട്രക്ഷൻ, പുരുഷൻ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്തരം ഒരു കാഴ്ച ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യവശത്തേക്കുള്ള വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. 9ാമത്തെ അധ്യായം സ്ത്രീകൾ ഇങ്ങനെ വളരെ സമാധാനകാംക്ഷികൾ, നിലവിലുള്ള വ്യവസ്ഥകളിൽ നിന്നുകൊണ്ട് നവീകരണം, വിമോചനം ഇതൊന്നും മാത്രം നടത്തുന്നവരായിരുന്നില്ല. തീക്കനലുകളുടെ ലോകം എന്ന് പറയുന്ന അധ്യായത്തിൽ സായുധ പോരാട്ടം നടത്തിയ ഇന്ത്യൻ സ്ത്രീകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. കൽപ്പനാദത്തിനെയും ബീനാദാസിനെയും ശാന്തി ഘോഷിനെയും ഒക്കെ ഇവിടെ അനുസ്മരിക്കുന്നുണ്ട്, അവരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ബംഗാളിൽ മഹിളാ ആത്മരക്ഷാ സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച്, അവർ നടത്തിയ സമരത്തിൽ ഉണ്ടായ വെടിവെപ്പിനെ കുറിച്ച്, 4 പേരുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. 10ാമത്തെ അധ്യായത്തിൽ സാഹിത്യത്തിലെ പെണ്ണിടങ്ങളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിലെ ഒരു വാചകം കൂടി ഞാൻ ഇവിടെ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പുറം ഭരണകൂടത്തെ അല്ല, അകം ഭരണകൂടത്തെയാണ്, അതിന്റെ അധിനിവേശ ബന്ധങ്ങളെയാണ് ഇവർ ചോദ്യം ചെയ്തത്. തീർച്ചയായും ഒരുപക്ഷെ നവോത്ഥാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരികൾ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ എഴുത്തുകാരികളെ കുറിച്ചും ഇങ്ങനെ തന്നെ പറയേണ്ടി വരും. പുറത്തുള്ള ഭരണകൂടത്തിനോട് ഫാസിസത്തിനെതിരായി എഴുതാൻ പോകുമ്പോൾ ഒരു സ്ത്രീ അവളുടെ അകം ഭരണകൂടത്തെ കുറിച്ചും അതിന്റെ അനുബന്ധമായുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ കുറിച്ചും ആദ്യം ആലോചിച്ചു പോകുന്നതിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്താനാവില്ല. ഇത് 19ാം നൂറ്റാണ്ടിലോ 18ാം നൂറ്റാണ്ടിലോ മാത്രമല്ല, 21ാം നൂറ്റാണ്ടിലും അങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും. അടുത്ത അധ്യായം അനുബന്ധ അധ്യായമാണ്, പെൺ രാമായണങ്ങളെ കുറിച്ചാണ്. ശ്രീരാമന്റെ ദുഃഖവും സംഘർഷവും ഒക്കെയാണ് രാമായണത്തിൽ വാൽമീകി വിശദീകരിക്കുന്നതെങ്കിൽ പെൺ രാമായണങ്ങളിൽ സീതയുടെ ദുഃഖത്തെ കുറിച്ചാണ്. അമ്മയും അച്ഛനും ഇല്ലാതെ ജന്മം കൊണ്ട സ്ത്രീയുടെ കാലാകാലങ്ങളിൽ അഭയാർത്ഥിയാകേണ്ടി വന്ന സ്ത്രീയെ കുറിച്ച് ഉള്ള രാമായണങ്ങളാണ് പെൺ രാമായണങ്ങളായിട്ട് വിശേഷിപ്പിക്കുന്നത്. ആന്ധ്രയിലാണ് ആദ്യത്തെ മൊല്ലെ എന്ന് പറയുന്ന സ്ത്രീയാണ് ആദ്യത്തെ സ്ത്രീ രാമായണം രചിച്ചത്. പിന്നീട് ധാരാളം രാമായണങ്ങൾ അത്തരത്തിൽ വാർന്നു വീഴുകയുണ്ടായി. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പുസ്തകം വായിക്കുന്നവർ അടിയന്തരമായി കരുതേണ്ട ഒരു കാര്യം, കേരളത്തിലെ പ്രത്യേകിച്ച് സാമൂഹ്യ ചരിത്ര രചനയുടെ ലോകത്ത് ഇനിയും എത്രയോ പൂരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ആദ്യകാല മാറുമറയ്ക്കൽ സമരത്തെ കുറിച്ചോ അല്ലെങ്കിൽ കല്ലയും മാലയും സമരത്തെ കുറിച്ചോ, വസ്ത്രധാരണത്തെ കുറിച്ച് നടത്തുന്ന വലിയ കലാപത്തെ കുറിച്ചുള്ള സമരങ്ങളിലോ ഒക്കെ നേതൃത്വം വഹിച്ച സ്ത്രീകളെ നമ്മൾ കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ചരിത്രം രചിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ കല്ലേമാലയെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം, കല്ലേമാലയുടെ ചരിത്രം വായിച്ചു വരുമ്പോൾ അവിടെ കൊല്ലത്ത് നടന്ന ഒരു സമ്മേളനം നടത്തുന്നുണ്ട്. ആ സമ്മേളനത്തിന് സ്ഥലം കൊടുക്കുന്നത് ഒരു സർക്കസ്, തലശ്ശേരിയിൽ നിന്ന് സർക്കസ് നടത്താൻ വന്ന ഒരു സ്ത്രീയാണ്. അവരുടെ കൂടാരം കെട്ടിയിരുന്ന സ്ഥലത്താണ്
ഈ സമരം, ഈ സമ്മേളനം നടത്താനുള്ള സ്ഥലം കൊടുക്കുന്നത്. ആ സ്ത്രീയെ കുറിച്ച് എവിടെയും വേറെ ഒന്നുമില്ല, ഒരു ചെറിയ പരാമർശം മാത്രമേ ഉള്ളൂ. ഇപ്പോ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ സമ്മേളനം നടത്തുന്നത് SNDP ആണ്. SNDPയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ വനിതാ സമ്മേളനം നടക്കുന്നുണ്ട്. അതിന് അധ്യക്ഷത വഹിച്ചത് നടരാജ ഗുരുവിന്റെ അമ്മയാണ്. അവരെ കുറിച്ച് എന്തറിയാം നമുക്ക്? ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പൂരിപ്പിക്കപ്പെടാനുള്ള ഒരു ഭാഷയും സാഹിത്യവും നാടുമാണ് നമ്മുടേത്. അപ്പൊ അത്തരം ധാരാളം രചനകൾ ഉണ്ടാകണം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് മുൻകൈ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്.